യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്കാണ്. ഞാനേ ഒരു ഫേമസ് ഡയലോഗ് പറയാം. ബിഗ് ബോസ് സീസൺ 7 ഒരു മത്സരാർത്ഥിയുടെ കിടിലം ട്രെൻഡായിട്ടുള്ളൊരു ഡയലോഗാണ്. ലാലേട്ടൻ ഒരു തവണ ആളോട് ചോദിക്കുന്നുണ്ട് പുറത്ത് പോകണോ എന്ന്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, ഇല്ല ലാലേട്ടാ, ഞാൻ പുറത്ത് പോയാൽ ശരിയാവത്തില്ല. അതെന്താ ശരിയാവത്? ഇല്ലല്ല, ഞാൻ പോയി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മാനസിക നില തെറ്റിപ്പോകുന്നു. ഇപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് അതാണ്. അതായത് നെവിൻ പുറത്തായി എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ മാനസിക നില ആരതാണ് തെറ്റിപ്പോയത്? നെവിൻ്റെതാണോ അതോ ബിഗ് ബോസിൻ്റെതാണോ? നെവിൻ്റെ തന്നെ ആയിരിക്കും. കാരണം പ്രമോസ് ഒക്കെ തരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പ്രമോയിലൂടെയൊക്കെ നമ്മൾ കണ്ടത് നെവിൻ ഔട്ടായി ഇറങ്ങി ഓടുന്നതാണ്. അതെ, നടക്കൂല മക്കളെ, കണ്ടുപിടിക്കും. ഡീകോഡേഴ്സ് ഒക്കെ പിന്നെ എന്തിനാ അതൊക്കെ എടുത്ത് വെച്ച് നോക്കും ഓരോരോ സാധനങ്ങളും. അതായത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നെവിൻ ഔട്ടല്ല. ഇത് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഇന്നർ റിപ്പോർട്ട്സോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ചിലരുണ്ടല്ലോ അവിടെ ആരൊക്കെയോ പറഞ്ഞയച്ചിട്ട് അത് നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ച് പറയുന്ന പരിപാടി. അതല്ല, ഞങ്ങൾ ഈ പ്രൊമോ കണ്ടിട്ട് ആ പ്രൊമോയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് പറയാൻ പോകുന്നത്. 2 പ്രൊമോ ആണ് വന്നിട്ടുള്ളത്, 2 വ്യത്യസ്തമായ രീതിയിലുള്ള 2 പ്രൊമോസ്. ആ പ്രൊമോസ് കാണാം. ആദ്യം പ്രൊമോ കാണാം. പ്രൊമോ കാണണം, ഡീകോഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നത് കേട്ടോ. സ്റ്റുഡിയോയിൽ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ? പിന്നെ നമുക്കൊരു പ്രത്യേക രസമല്ലേ? ഞങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ വരുന്നത് ഇവിടെ ആയിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കണം. അതെ, ഓക്കെ. ഇതാണ് ആദ്യ പ്രൊമോ. അതാണ് തീരുമാനമെങ്കിൽ പുറത്തു പോകാനായി പ്രധാനവാദം തുറന്നു തരുക. ആ ഓടുന്നു ഏതാ ഓട്ടത്തിൻ്റെയൊക്കെ ഭംഗി മുത്ത് സംഭവം. ആള് ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ BB മെറ്റീരിയലാണ് എന്നുള്ളൊരു അഭിപ്രായമൊന്നും ഇല്ലെങ്കിലും ഈ സീസണിലെ ഏറ്റവും നല്ല എന്റർടൈനർ ആളാണ്. അതൊരു സത്യം. ആകില്ലാതെ കൊണ്ടുനടക്കുന്ന ആളാണ്. ആളില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ലൈവൊക്കെ ഇരുന്ന് കാണുന്ന ആൾക്കാരുടെ അവസ്ഥ കുറച്ച്, ആള് ഭയങ്കര ഫണ്ണിയാണ്. പിന്നെ ചില സമയങ്ങളിൽ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പം അത്യാവശ്യം തരക്കേടില്ലാത്തൊരു, അതെ, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. എന്തായാലും നെവിൻ പുറത്തായോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് ആള് പുറത്തേക്ക് ഓടുന്നതായിട്ടാണ്. ഇതിൻ്റെ തുടക്കം, അതായത് കാരണം കാണിക്കുന്നത് അനുമോളുമായിട്ട് ഇഷ്യൂ. അതെ, നെവിന് നമ്മൾ ലൈവ് കണ്ടപ്പോൾ നമുക്ക് തോന്നിയ കാര്യം കൂടിയാണ് ഇത്. അത് നെവിൻ എപ്പോഴും നിന്റെ ഡ്രാമ ഇവിടെ അവസാനിപ്പിക്കും, നിന്നെ ഇവിടുന്ന് പുറത്താക്കും, നിന്റെ കിച്ചണിൽ നിന്ന് നിന്റെ ഈ ഭരണം അവസാനിപ്പിച്ച് നിന്നെ പുറത്ത് വലിച്ചിടും എന്നൊക്കെ പറഞ്ഞ് പല തവണ നെവിൻ അനുമോൾക്കെതിരെ തിരിയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രൊമോ കാണിച്ചിരിക്കുന്നത്, അതായത് നെവിൻ പുറത്താവാൻ കാരണമായിട്ടുള്ള ഇഷ്യൂ അത് അനുമോൾ vs നെവിൻ എന്നുള്ള രീതിയിലാണ്. അതെ, പുറത്ത് പലതും അങ്ങനെയാണ് കേട്ടോ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അനുമോളുമായിട്ടുള്ള ഇഷ്യൂ കാരണമാണ് നെവിൻ ക്വിറ്റ് ചെയ്തത് എന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. അതെ, അപ്പോൾ അനുമോളുമായിട്ടുള്ള ഇഷ്യൂവിൽ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൽ ചാടി കയറി ആര് പിടിച്ചു? ബിഗ് ബോസ് പിടിച്ചു. എന്നിട്ട് ബിഗ് ബോസ് പറയാണ്, അതായത് പ്ലാസ്മ ടിവിൻ്റെ മുമ്പിൽ എല്ലാവരും ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് നെവിനെ എണീപ്പിച്ച് നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അപ്പോൾ ഉറച്ചു നിൽക്കുന്നു. എങ്കിൽ ഡോറ് തുറക്കുന്നുണ്ട്, ഇറങ്ങി ഓടിക്കോ, അത് ഓടിക്കോ, കണ്ടം വഴി ഓടിക്കോ. അങ്ങനെ കണ്ടം വഴി ഓടി എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ പ്രൊമോ. പക്ഷേ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇതിൽ ആദില, നൂറ ഇവർ ഭയങ്കര പ്രൊവോക്കായി ഇവർക്കെതിരെ, അതായത് മറ്റുള്ളവരൊക്കെ വിഷമിച്ച് അയ്യോ പോലെ എന്നുള്ള രീതിയിൽ, അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോലെ എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും മാത്രമാണ് പോടാ, നിനക്ക് അതിനുള്ള ഗഡ്സ് ഉണ്ട്, നീ ഇറങ്ങി പോടാ എന്നുള്ള രീതിയിൽ വെല്ലുവിളിക്കുന്നത്. അതെ, അതായത് ഈഗോനെ പുറത്തിടുക എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അതിൻ്റെതായ കാരണം അവിടെ അതാവുന്നുണ്ടല്ലോ. ഒരാൾ തീരുമാനം എടുക്കാൻ അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമുള്ളൂ, ആ സ്ഥാനത്തിലേക്ക് എത്തും. അതെ, അതിനൊരു തിരി കൊടുത്തെന്നുള്ള പറഞ്ഞ സാധനമാണ്. അപ്പോൾ ആ ലെവലിൽ ആദില, നൂറ അവിടെ വരുന്നുണ്ട്. അതിനൊരു ഇഷ്യൂ എന്താണ് ഉണ്ടായത് എന്നുള്ളതാണ് അവിടെ അറിയേണ്ടത്. അത് നമുക്ക് ലൈവില് കിട്ടുമായിരിക്കും എന്താണെങ്കിലും. കാണാം. പിന്നെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് ആദിലെയും നൂറേന്റെയും എന്തോ ഒരു വിഷയമാണെന്നാണ് പുറത്ത് കേൾക്കുന്ന ന്യൂസുകളൊക്കെ. നമുക്ക് അറിഞ്ഞൂടാ, അവരുടെ കമ്മ്യൂണിറ്റീനെ എന്തോ പറഞ്ഞു എന്നോ അങ്ങനെ എന്തൊക്കെ ഒരു ന്യൂസുകൾ പുറത്ത് കേൾക്കുന്നുണ്ട്.
അതിലാണ് ബിഗ് ബോസ് പിടിച്ചതെന്നൊക്കെ കേൾക്കുന്നു. എന്താണെങ്കിലും ബാക്കി കാണാം. ഇതുകൊണ്ട് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. യെസ്. നിവിൻ എന്താണ് അല്പം മുൻപ് ക്യാമറയുടെ മുന്നിൽ എന്ന് പറഞ്ഞത്? ഞാൻ ഈ ഷോയിന് കിട്ടിയത് പോയിക്കോളാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. യെസ് ബിഗ് ബോസ്, ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് തീരുമാനമെങ്കിൽ പുറത്തു പോകാനായി പ്രധാന വാതിൽ തുറന്നു തരുന്നതാണ്. പിന്നെ പോലെ You have to go. എന്താ power, നൂറ? അയ്യോ അച്ഛാ പോലെ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രാത്രി വിട്ടില്ല നിന്നെ ഞാനത്. അതായത് ഒന്നെങ്കിൽ ആദില ആൻഡ് നൂറ, യെസ്, ഇവരുടെ ഇഷ്യൂ വലിയ ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനുശേഷം ആള് പറഞ്ഞത്, അതായത് ഇതിനു മുൻപ് നമ്മൾ കണ്ട ആ ഒരു പ്രൊമോയിൽ ഞാൻ ക്വിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ കാരണമല്ലേ, അതുകൊണ്ടല്ലാതെ അതിനുശേഷം ആള് വളരെ സീരിയസ് ആയിട്ട് ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോകാന്നുള്ളത് ക്യാമറയുടെ മുമ്പ് പോയിട്ട് ആള് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വലിയ ഇഷ്യൂ ആണെങ്കിൽ ആൾ ഇറങ്ങി പോക്കോട്ടെ തന്നെ ബിഗ് ബോസ് തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആദില നൂറ അതിന് മുമ്പ് ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും കാട്ടൊക്കെ, അതായത് ഇതുവരെ ആദില ആൻഡ് നൂറ ഈ രീതിയിൽ ഒരാളുടെ അവിടെ പെരുമാറുന്നത് കണ്ടിട്ടില്ല. ഒരു സത്യം, ഇത്രയും ദിവസത്തിന്റെ ഇടയ്ക്ക് അവര് ഇത്രയും ഷൗട്ട് ചെയ്തിട്ട് ഒരാളോട് സംസാരിച്ചായിട്ട് കണ്ടിട്ടില്ല. ശരിക്കും അവിടെ ഭയങ്കര പവർഫുൾ ആട്ടോ, നല്ല രീതിയിലാണ് സംസാരിച്ചത്. എന്താണ് മുഖം ഇങ്ങനെ കാണണം, ഭയങ്കര പവർഫുൾ. എന്തായാലും അതിന്റെ പേരിൽ ആള് ഓടി പുറത്ത് ചാടി എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. പുറത്ത് ചാടിയല്ല എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം, ഇന്നറിയാം. അതെ. പക്ഷേ ഈ രണ്ട് പ്രൊമോയും കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം, അതിന് മുൻപ് തന്നെ ആള് പലതവണ ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കയറി പിടിച്ച് ബിഗ് ബോസ് ആളോട് ചോദിക്കുകയാണ്, അത് 7ന്റെ പണി എന്നുള്ള രീതിയിൽ, അല്ലാതൊന്നുമില്ല. അല്ലാതെ മറ്റൊരു വലിയ ഇഷ്യൂ, അതായത് പുറത്താക്കാൻ ഉള്ള രീതിയിലുള്ള ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അതായത് ക്വിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ, അല്ലാതെ ഇജക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഇജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് അനുവദനീയമല്ലാത്ത എന്തെങ്കിലും, അതായത് നിയമപരമായിട്ടുള്ള തെറ്റോ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യം, അത് ഇനി അവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്നുള്ള ലെവലിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മാത്രമേ ഇജക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇജക്ഷൻ അല്ല ഇവിടെ നടന്നുള്ളത്, ക്വിറ്റ് ചെയ്തിരിക്കുകയാണ് ആൾ, സ്വമേധയാ പുറത്തു പോയിരിക്കുകയാണ്. അതൊക്കെ വേറെ വലിയ വലിയ ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. അത് ഇത്ര പെട്ടെന്നൊന്നും തിരഞ്ഞെടുക്കില്ല. അപ്പോൾ 7ന്റെ പണി എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നു, അതിനനുസരിച്ച് ആള് വളരെ പെട്ടെന്ന് തന്നെ പുറത്തു പോകുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്, ഒന്നെങ്കിൽ ആദില നൂറ ബിഗ് ബോസിൻ്റെ നിർദ്ദേശപ്രകാരം ഇതുപോലെ പെരുമാറുന്നതാവും. എന്നിട്ട് അതായത് നെവിനും ഇത് കാര്യം അറിയാം, ഒരു പ്രാങ്ക് പോലെ, എന്നിട്ട് ആളെ പുറത്താക്കുന്നു. ശേഷം ഇനി ഓണാണല്ലോ വരുന്നത്. അതുമല്ല, ശരിക്കും ഇപ്പൊ ഈ ഒരാഴ്ച ഫുള്ള് അവിടെ ഭരിക്കേണ്ട ആള് പോലും നെവിനാണ്. അതെ, അവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും ഭരണം നെവിനുണ്ട്. മറ്റുള്ള അടിമകളല്ലാതെ പോലും മറ്റുള്ളവർക്ക് പോലും അതിന്റെ മുകളിൽ ഇതുണ്ട്. പക്ഷെ അത്രയും ഇതിൽ നിൽക്കുന്ന ഒരാള് ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഒരു കാര്യമില്ലാണ്ട്, കാര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. പക്ഷെ എന്നാൽ പോലും ഒരു വശത്ത് ചിന്തിക്കുമ്പോൾ ഇത് മനഃപൂർവ്വം ഒരു ഗെയിമിലേക്ക് പോകുന്ന അതേപോലെ തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ബിഗ് ബോസ് ഇപ്പോൾ ഈ ആഴ്ചയിൽ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു സാധനം വരുന്നില്ല, ഒരു പുറത്ത് ഒരു ഇമ്പാക്റ്റ് ഉള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവണം. അതിന് പറ്റിയൊരു കാര്യമാണ് ഇത് ക്വിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സീക്രട്ട് റൂമിലേക്ക് മാറ്റുന്നു, ഇങ്ങനെയുള്ളൊരു നീക്കം. ആ നീക്കം ഇവർക്ക് ഈ സമയത്ത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർ നടത്തിയ ഒരു പൊറാട്ട നാടകമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതായത് ഇവർ നേരെ പുറത്തേക്കാവുന്നു, അതിനുശേഷം ഓണത്തിന് മാവേലിയൊക്കെയായിട്ട് ഒരു വരവുണ്ടാവും. മിക്കവാറും ബിഗ് ബോസ് ടീമേ നമുക്ക് ഇപ്രാവശ്യം മാവേലിനെ കിട്ടിയിട്ടില്ലല്ലോ, അവനെ ഇങ്ങോട്ട് പോക്കുന്നത് മാവേലിയായിട്ട് തിരിച്ച് തീർച്ചയായും അത് തന്നെ. ഇനി ഇത് വേറൊരു കാര്യം പറഞ്ഞാ, അങ്ങനെ ചോദിക്കുന്നവരെല്ലാം പുറത്തു വിടാനാണെങ്കിൽ ആ രേണുസുധീനൊക്കെ എന്തോ പുറത്തു വിടണം. ഇതിലാണ് ഇവിടെ ലാസ്റ്റ് നമ്മളൊരു തീരുമാനത്തിലെത്തുന്നത്, ക്ലൈമാക്സിലേക്ക് എത്തുന്നത് ഇതാണ്. അതായത് രേണുസുധി വളരെ സീരിയസ് ആയിട്ട് പല തവണ ക്യാമറയുടെ മുമ്പിലും അല്ലാതെ ബാത്റൂമിൽ സ്വന്തം പിച്ചും പറഞ്ഞ് നടക്കുന്നുണ്ടെന്നൊക്കെയാണ് കേൾവി. അതായത് തനിക്ക് പോകണം, തനിക്ക് വയ്യ, താൻ മാനസികപരമായിട്ടും ഫിസിക്കലി ആയിട്ടും ഡൗൺ ആണ് എന്നുള്ളത് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് ധൈര്യം കൊടുത്ത ആളാണ് ബിഗ് ബോസ്. ഈ മത്സരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ക്വിറ്റ് ചെയ്യുമെന്ന് വിളിച്ച് പറയുന്ന ഈ നെവീനെ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട്, ഇത് പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടാണോ എന്നാൽ ഇപ്പം ഇറങ്ങിക്കോ എന്ന് പറയുന്ന ലെവലിലേക്ക് ബിഗ് ബോസ് പോകുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ?
അതും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് പല സമയത്തും അങ്ങനത്തെ സംസാരങ്ങൾ വരാറുണ്ട്. നീ പോയിട്ടേ ഞാൻ പോവുള്ളൂ, നിന്നെ ഞാൻ ആദ്യം പുറത്താകും, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും എന്നൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പല വഴക്കിന്റെ ഇടയ്ക്കും പറയുന്ന അതെ. അത് അപ്പത്തേക്ക് അത് ക്യാച്ച് ചെയ്തിട്ട് നീ പോണമെന്ന് പറയുന്ന ഉറപ്പാണോ, എന്നാ പൊയ്ക്കോന്ന് പറഞ്ഞു വിടുകയാണോ? പക്ക പ്രാങ്ക് ആണെങ്കിൽ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അതെ, ഈ 2 പ്രൊമോയും വെച്ചിട്ട്. ഇനിയിപ്പം അറിഞ്ഞുകൂടാ ഇന്നത്തെ ദിവസം വെച്ചിട്ട് നമ്മൾ പറയുന്നതാണോ തെറ്റ്, അതിന് മറ്റുള്ളവർ പറയുന്നതാണോ ശരി, ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വെയിറ്റ് ചെയ്തിരുന്ന് കാണണം. അതായത് ആദില നൂറ ആ രീതിയിൽ പ്രതികരിക്കാനുള്ള ഒരു വലിയ ഇഷ്യൂ അവിടെ ഉണ്ടായി എന്നുള്ളത് തോന്നുന്നില്ല. അതെ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇജക്ഷനാണ് സംഭവിക്കുക. സത്യം. അങ്ങനത്തെ ഒരു സാധനം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും തൂക്കിയെടുത്ത് എറിയുള്ളൂ. അവിടെ തീരുമാനിക്കുന്നത് ആരാ? ബിഗ് ബോസ് തന്നെയായിരിക്കും. ബിഗ് ബോസിന്, അതായത് ബിഗ് ബോസ് ചോദിക്കും ആദില നൂറിനോട്, അതെ, ആ ആളിവിടെ തുടരണോ, നിങ്ങൾ കൊടുക്കുന്ന മാപ്പിനനുസരിച്ചാണ് ആളവിടെ തുടരുക. അവിടെ ഇങ്ങനത്തെ ഒരു നാടകത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ റിയാസ് സലീമിനെ തള്ളിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എങ്ങനെ പുറത്തു പോയത്? തള്ളി എന്നുള്ളത് ആള് അക്സെപ്റ്റ് ചെയ്യുന്നു, പിന്നെ ആളെ അവിടെ നിർത്താൻ പാടില്ല എന്നുള്ളത് റിയാസ് സലീം പറയുന്നു. അതെ. എങ്ങനെയാണ് ഡോക്ടർ രജിത് കുമാർ പുറത്തു പോയത്? അതാണ്, അതായത് രേഷ്മയല്ലേ ആളുടെ, രേഷ്മ കണ്ണിൽ തേച്ചത് ശരിയല്ല എന്ന് പറയുന്നു, മാപ്പ് കൊടുത്തില്ല, പുറത്തു പോകണമെന്ന് തന്നെ പറയുന്നു. അവിടെ നിർത്താൻ പറ്റില്ല എന്ന് അവര് പറയുമ്പോഴാണ് പുറത്താക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം, ലൈവ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് അപ്ഡേറ്റ്സ് തരാം കേട്ടോ. അപ്പൊ എന്തായാലും പോട്ടെ, ബൈ.